എൻ്റെ എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ ഭാര്യയുടെ പേര് റോസക്കുട്ടി. തൊടുപുഴയിൽ നിന്നാണ്. എനിക്ക് 2 മക്കളാണുള്ളത്, ഒരു മകനും മകളും. മൂത്തത് മകനാണ്, ജസ്റ്റിൻ സാമുവൽ. അദ്ദേഹം UT ഓസ്റ്റിനിൽ ജോലി ചെയ്യുന്നു. അവിടെ ഒരു അസിസ്റ്റൻറ്റ് ഡീനായിട്ട് ജോലി ചെയ്യുന്നു. മകള് സ്പീച്ച് തെറാപ്പിസ്റ്റാണ്. മകളുടെ കല്യാണമൊക്കെ 2 വർഷം മുമ്പ് കഴിഞ്ഞു. കാൻസാസിലാണ് അവർ ഇപ്പോൾ സെറ്റിലായിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ കുടുംബം. ഞാൻ റിട്ടയർമെൻറ്റ് എടുത്തിട്ടിപ്പോൾ 3-4 വർഷമായി. ഈ എഴുത്തും വായനയും ആണ് എൻ്റെ പ്രധാന ഹോബി. അതോടൊപ്പം ന്യൂസ് വാച്ച് ചെയ്യുന്ന പരിപാടിയുമുണ്ട്. ഏതായാലും ഇവിടെ ഹൂസ്റ്റണിൽ സാഹിത്യത്തിന് ഒരു കുറവുമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മുടെ കേരള റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ ജോൺ മാത്യു പോലെയുള്ള വലിയ സാഹിത്യകാരന്മാരുടെ കൂട്ടത്തിൽ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനും കഥകളെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുന്നതിനൊക്കെ പല അവസരങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ ഇന്നും ഞാൻ അതിൻ്റെ വഴിയിൽ തന്നെ പോകാനായിട്ടാണ് എൻ്റെ ഒരു ആഗ്രഹം. സാഹിത്യം, ചിന്തകൾ, പുതിയ പുതിയ ചിന്തകൾ, അറിവിൻ്റെ ലബ്ധിക്കനുസരിച്ചുള്ള നമ്മുടെ ചിന്തകൾ മാറി പുതിയ പുതിയ ചിന്തകളുണ്ടായി മനുഷ്യരിൽ നന്മ വളരുന്നത് ആ ഒരു വഴിയിലൂടെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് അതിനൊരു വലിയ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത്. 1500, 2000, 3000 വർഷം പഴക്കമുള്ള ഒരു ബുക്കിൽ എഴുതിയിരിക്കുന്ന ചില വാചകങ്ങളാണ് പരമമായ സത്യമെന്ന് ധരിക്കാതെ പുതിയ അറിവ്, വളരെയധികം നൂതനമായ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കുന്ന ഈ സമയങ്ങളിൽ ആ അറിവിൻ്റെ പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് മനുഷ്യന് അത്യന്താപേക്ഷിതമാണ്. മനുഷ്യരെല്ലാവരും അത് ചെയ്യുന്നുമുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ മനുഷ്യരതിനെ കാര്യമായിട്ട് പറഞ്ഞു നടക്കാറില്ല. യഥാർത്ഥത്തിൽ അറിവാണ് മനുഷ്യനെ അതിൻ്റെ ജീവിതത്തിൻ്റെ സായുജ്യതയിലേക്ക് എത്തിക്കുന്നത്. അറിവുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും നേരിടാൻ സാധിക്കുന്നത്. ഒരു അതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു വലിയ ഒരു സന്ദർഭം, വലിയ ഒരു വൈഷമ്യ ഘട്ടം വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ ഒരു നോളജ്, അതിനെക്കുറിച്ച് ഒരു അറിവ് നേരത്തെ ഉണ്ടെങ്കിൽ, ഒരു മുൻധാരണ, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു മുൻധാരണ നമുക്കുണ്ടെങ്കിൽ നാം അനുഭവിക്കുന്ന ആ വിഷമഘട്ടത്തിൻ്റെ തോത് പകുതിയായി കുറയുമെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. അതുകൊണ്ട് ഏറ്റവും നൂതനമായി കിട്ടുന്ന അറിവുകൾ എന്തെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി അത് സ്വായത്തമാക്കാനുള്ള ശ്രമം നടത്തി അതുകൊണ്ട് നമുക്കും നമ്മുടെ സമൂഹത്തിനും പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ എന്തെല്ലാമാണെന്ന് ചിന്തിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും നമുക്ക് കാണാം അടുത്ത ഒരു പ്രാവശ്യം. താങ്ക് യു.